Hi guys, welcome back to a new vlog. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ലുലു മാളിൽ പോവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അവരുടെ വീഡിയോയിലേക്ക് പോവാം. കാറുണ്ട് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ലുലു മാളിൻ്റെ അപ്പുറത്തുള്ള ഡേ ബൈ ഡേ എന്ന് പറയുന്നിടത്തും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി താഴെ വന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണല്ലോ. പിന്നെ നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഡേ ബൈ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു മാർക്കറ്റ്, ഒരു ഷോപ്പിംഗ് മോളുണ്ട്. ചെറിയ ഒരു കടയാണ്. അപ്പോൾ അവിടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞങ്ങളപ്പം നടന്ന് അപ്പുറത്ത് വന്നിട്ട് ബിജു അങ്കിളിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ പക്ഷികളൊക്കെ പറന്നുണ്ട്. പാറമൊക്കെ ഇങ്ങനെ ഡണ്ണൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പം അണ്ടർഗ്രൗണ്ടിൽ കൂടി അപ്പുറത്തിറങ്ങും. അപ്പോഴത്തേക്ക് അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അങ്കിളുണ്ടായിരുന്നു. അങ്കിൾ കാറിൽ കയറി നമ്മൾ ലുലു മാളിലേക്കല്ല പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഡേ ബൈ ഡേ എന്ന് പറയുന്ന ഷോപ്പിങ്ങിലേക്ക്. ഡേ ബൈ ഡേ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടയിലേക്കാണ്. അപ്പോൾ ഇതാണ് ഡേ ബൈ ഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട. നമ്മുടെ ലുലു മാളിനെക്കാട്ടിലും ഭയങ്കര ചെറുതാണ് കേട്ടോ. പക്ഷേ ലുലു മാളിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതൊക്കെ ബാഗാണ്. നല്ല നല്ല രസമുള്ള പർപ്പിൾ കളറിലെയും പിങ്ക് കളറിലൊക്കെ ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ പൗച്ച് ഉണ്ടായിരുന്നു, പെൻസിൽ, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഡ്രസ്സിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ബൊമ്മയെ കണ്ട് ഞാൻ പേടിച്ച് പോയി. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് വേഗം ഒരു ആൾ നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനാണ് വന്നത്. പക്ഷേ എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇതിൻ്റെ സൈസ് അധികം ഇല്ലായിരുന്നു. പിന്നെ ഇത് ചെരുപ്പിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് ഫാൻസിയിലേക്ക് പോയൊക്കെ നോക്കി, വളയും മാലയും കമ്മലൊക്കെ. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. ഈ സൈഡിലാണ് ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു പെട്ടിക്കകത്ത് ഫുള്ള് മോതിരമില്ലേ, റിങ്ങാണ് കേട്ടോ, കളിക്കുന്ന റിങ്. അത് കഴിഞ്ഞ് ഇത് പോപ്പറ്റാണ് കേട്ടോ. പോപ്പറ്റിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, സാധാ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡേറ്റ്സ് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നു. കുറേ ഡേറ്റ്സും പിന്നെ നല്ല നല്ല മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് തേൻ മിഠായി മേടിച്ചിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്തറൊക്കെ ഇരിക്കുന്നുണ്ടോ, കുറേ അത്തർ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. പാറും അതൊക്കെ വന്ന് നോക്കുന്നുണ്ടോ. പാറിന് ഭയങ്കര ഇഷ്ടമാണ് അത്തർ. പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ലുലു മാളിലേക്ക് പോവാണ്ടോ. വലിയൊരു ഷോപ്പിംഗ് ആയിരുന്നു അവിടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇനി അടുത്ത ലുലു മാളിലേക്കാണ് പോകുന്നത്. ലുലു മാളിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒമാനി വന്നിട്ട് ആദ്യമായിട്ടാണ് ലുലു മാളിൽ ഇപ്പോൾ പോകുന്നത്. അപ്പം ലുലു മാളിൻ്റെ അപ്പുറത്ത് തന്നെ ഐക്യയാണുള്ളത്. ഞങ്ങൾ ലുലു മാളിൽ എൻട്രൻസ് ചെയ്തു. ഇത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേ കുഞ്ചാക്കോപം വന്ന് ഉദ്ഘാടനം ചെയ്തായിരുന്നു ഇവിടെ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ലൈവ് ഫിഷ് കണ്ടത്. അവിടെ തന്നെ ലൈവ് ഫിഷുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചൂര മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ടൂണ ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ക്രാബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിലേക്ക് പോയി. അപ്പോൾ ലൈവ് ഫിഷ് അപ്പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ റൈസും വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുവാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും പേടിച്ചുള്ളതെന്ന്. ഇത് കുറച്ച് ലാസ്റ്റ് കഴിയുമ്പോൾ നോക്കണം. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ മേടിക്കാൻ വന്നു. സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനും പാറുമൊക്കെ ഫ്രൂട്ട്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ലുലു മാളിൽ എഴുതിയതിൻ്റെ നൈറ്റ് വ്യൂ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.